ഹലോ, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് KTDCയുടെ കുമരകത്തുള്ള വാട്ടർ സ്കേപ്പ് എന്നുള്ള റിസോർട്ടിലേക്കാണ്. ബേർഡ് സാങ്ച്വറിയും അതുപോലെ തന്നെ ഈ റിസോർട്ടും ഒരുമിച്ചാണ് വരുന്നത്. അതുകൊണ്ട് കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ ചെക്കിൻ ഉണ്ട്. ചെക്കിൻ ചെയ്തിട്ട് നമുക്ക് ലഗേജൊക്കെ കൊണ്ടുപോകാൻ ബഗ്ഗി ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളെയും അതുപോലെ നമ്മുടെ ലഗേജൊക്കെ ബഗ്ഗിയിൽ നമുക്ക് റൂമിലേക്ക് ആക്കി തരും. ഓരോ കോട്ടേജസ് ആയിട്ടാണ് ഇവിടുത്തെ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നമ്മുടെ കോട്ടേജിലെത്തി. കോട്ടേജ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. റൂമൊക്കെ അടിപൊളിയാണ്, നല്ല രസമാണ് കാണാൻ. ഇതാണ് ഈ റൂമിലെ വാഷ്റൂം. അങ്ങനെ വാഷ്റൂമിൽ നമ്മുടെ കുറച്ച് പ്രഹസനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ അവിടെയൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഹെയർ ഡ്രയറും കാര്യങ്ങളൊക്കെ വാഷ്റൂമിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടുന്ന് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഷെൽഫുണ്ട്. ആ ഷെൽഫിൻ്റെ താഴെ ഭാഗത്താണ് നമ്മുടെ മിനി ഫ്രിഡ്ജ് ഉള്ളത്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കീപ്പ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ കെറ്റിലും പിന്നെ വെള്ളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ചെക്കിങ് ടൈം 12 o'clock ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പിൻ്റെ വിളിയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചു. ഇവിടെ ഈ പാക്കേജിൽ ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ അവിടെ എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ലഞ്ചും ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ലഞ്ച് എന്തായാലും പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു അടിപൊളി മീൽസൊക്കെ കഴിച്ചു. ഡിന്നർ എന്തായാലും നമ്മൾ ഇവിടെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് എല്ലാവരുടെയും വയറും മനസ്സൊക്കെ നിറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ നടക്കുകയാണ്. അങ്ങനെ അവരുടെ റെസ്റ്റോറൻറ്റൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. അങ്ങനെ ഇവിടുന്ന് നേരെ സ്റ്റെയർ ഇറങ്ങിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ കാണുന്നത് പൂളാണ്. അടിപൊളി പൂളാണ് കേട്ടോ, അത്രയും വലിയ പൂളാണ്. ബേബി പൂളും ഉണ്ട്, പിന്നെ അഡൾട്ടിനുള്ള പൂളും ഉണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ പൂള് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഈ പൂളിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പിന്നെ നമുക്കിവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് കായലിൽ കൂടെ ബോട്ട് പോകുന്നതൊക്കെ കാണാം. നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റിയിൽ കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ അടിപൊളിയാണ്, നല്ല രസമാണ്. പിന്നെ നല്ല കാറ്റുമാണ്, കായലിൻ്റെ ആ ഒരു സൈഡിലായതുകൊണ്ട് നല്ല കാറ്റുമാണ്. പിന്നെ ഈവനിങ് നമുക്ക് കോഫി പിന്നെ അതുപോലെ സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പൂളിൻ്റെ സൈഡിലാണ് ഇവരുടെ ജിമ്മ് കൂടെ വരുന്നത്. അപ്പോൾ ജിം ആവശ്യമുള്ളവർക്ക് അവിടെയും പോവാം. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഡിന്നറിന് പോവുകയാണ്. അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെയാണ് ഫുഡൊക്കെ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് രാത്രിക്കൊക്കെയുള്ള ഫുഡ് കൂടെ നമ്മൾ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡാണ്, കുറച്ച് ഓവർ പ്രൈസ് ആയിട്ട് തോന്നി, എന്നാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നമ്മളിതാ ഡെക്സ്റ്റ്യൂ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ, സ്ക്വിഡ്,
പിന്നെ പ്രോൺസ് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനും പൊറോട്ട, ചപ്പാത്തി അതുകൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് പൂളിൻ്റെ സൈഡിലേക്കാണ്. അവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ കായലിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എന്തായാലും കിടിലായിരിക്കുമല്ലോ. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് തന്നെ പോയി. അങ്ങനെ ഇതാ നമ്മുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇതാ ഒരു കോഫിയൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അങ്ങനെ ഓരോ സിംഗിൾ കോട്ടേജൊക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. പഴംനുറുക്ക്, ഉഴുന്നുവട, ഉപ്പുമാവ്, ഇഡ്ഡലി, വെള്ളയപ്പം, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ്, ജ്യൂസസ്, മിൽക്ക്, അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും രാത്രിക്കത്തെ ഡിന്നറായാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഡെയിലി ചേഞ്ച് ആവും, എന്നും ഒരേ ഐറ്റംസ് തന്നെ ആയിരിക്കില്ല, ഡെയിലി ചേഞ്ച് ആവും. അങ്ങനെ നമ്മളിതാ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ നേരെ ആ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സൈഡിലേക്കൊക്കെ ഒന്ന് നമ്മൾ ഇറങ്ങി. അങ്ങനെ ഇതാ ഇറങ്ങിയിട്ട് ഇതാ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പുറത്താണ്. അങ്ങനെ ആ ഭാഗത്തു കൂടെ ഒക്കെ നടക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ കുറച്ച് സൈക്കിളുകൾ പെടുന്നത്. സൈക്കിൾ കണ്ടാൽ നമ്മൾ പിന്നെ വെറുതെ വിടുമോ? കുറേ കാലമായി സൈക്കിൾ ഓടിച്ചിട്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് സൈക്കിളൊക്കെ എടുത്ത് നമ്മളതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ വഴി കൂടെ ഒക്കെ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകാൻ. നല്ല വെയിലായിരുന്നു, പക്ഷേ സൈക്കിൾ ഓടിച്ചിട്ട് പോകാൻ നല്ല സുഖമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നടക്കുമ്പോഴാണ് കുട്ടികൾ റിസപ്ഷൻ്റെ അവിടെ മീനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടെ പോയി നോക്കുമ്പോൾ കുറച്ചധികം മീനുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ കളർ ഫിഷ് ആയിരുന്നു, അത്യാവശ്യം വലിയ സൈസുള്ള ഫിഷുകളായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. നമ്മുടെ ടൈം ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയി ഫ്രഷായി നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടേക്ക് വന്നു. നമ്മളേതായാലും വന്നതല്ലേ, കുറച്ച് ഫോട്ടോസ് എടുക്കാതെ പോയാൽ അതൊരു നഷ്ടമാവില്ലേ. അപ്പം നമ്മൾ വേഗം ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വന്നു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ആ പൂളിൻ്റെ സൈഡിൽ ഫോട്ടോ എടുക്കാൻ നല്ല അടിപൊളിയായിരുന്നു. നല്ല വ്യൂ ഉള്ള സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ റൂമിൽ വന്ന് നമ്മുടെ ലഗേജൊക്കെ പാക്ക് ചെയ്ത്, ബഗ്ഗി ഫെസിലിറ്റി ഉള്ള കാരണം നമ്മുടെ ലഗേജൊക്കെ നമ്മുടെ പാർക്കിങ്ങിൽ കൊണ്ടെത്തിച്ച് തന്നു. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കുമരകത്ത് റിസോർട്ട് സ്റ്റേ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഈ റിസോർട്ട് ചൂസ് ചെയ്തോളൂ. എന്തായാലും നിങ്ങൾക്ക് വേർത്താവും, അടിപൊളിയാണ്, അത്രയും നല്ല രസമാണ് കാണാൻ. അങ്ങനെ നമ്മളിതാ ഇവിടെ എല്ലാവരോടും ബായ് പറഞ്ഞ് നമ്മളും പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.